ചലച്ചിത്ര ഗാനങ്ങളിലെ പദകോശങ്ങളെക്കുറിച്ച് ഇത്രയും എന്താ പറയുക വലിയൊരു പഠനം തന്നെ നടത്തിക്കൊണ്ട് അത് നമുക്ക് വിശദീകരിച്ച് തന്ന രാമേന്ദ്രൻ മാഷിനും അത് കണ്ണിനിമ്പമായി നമുക്ക് പാടിത്തന്ന നമ്മുടെ നാട്ടിലെ പാട്ടുകാരായിട്ടുള്ള അനിലേട്ടൻ, സോമേട്ടൻ, ഭാസ്കരേട്ടൻ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. തീയോ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ അടുത്ത നമ്മളുടെ പൊതുയോഗം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നമ്മൾ മുല്ലനേരി ഫൗണ്ടേഷൻ്റെ പ്രസിഡന്റ് രാവണി മാഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഈ ഒരു പരിപാടിയെക്കുറിച്ചുള്ള ആമുഖം, ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിനെ മുന്നിട്ടിറങ്ങിയ പ്രിയനന്ദനൻ, നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായിട്ടുള്ള ദേശീയ അവാർഡ് ജേതാവ്, സിനിമാ സംവിധായകനായിട്ടുള്ള പ്രിയേട്ടനെ സ്നേഹത്തോടുകൂടി വേദിയിൽ കടന്നിരിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ജയൻ സ്വാഗതം ആശംസിക്കുന്നത് ജയൻ കോമ്രേഡാണ്. ജയൻ ചേട്ടനെയും കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ചലച്ചിത്ര താരം ഇർഷാദ് അലിയാണ്. ഇർഷാദ് അലി ഇവിടെ എത്തിയിട്ടുണ്ട്. വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ മുഖ്യ അതിഥികളായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയിയും അതുപോലെ തന്നെ അവണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് അനന്തകൃഷ്ണൻ സാറാണ്. രണ്ടുപേരെയും വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഈ ഒരു പരിപാടിക്ക് നന്ദി അവതരിപ്പിക്കുന്നത് അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ ഭാരവാഹിയായിട്ടുള്ള സുജാതേച്ചിയാണ്. സുജാതേച്ചിനെ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാവരും വിശിഷ്ടാതിഥികളായിട്ട് നിറയെ പേര് വന്നിട്ടുണ്ട്. മുല്ലനേരി മാഷിൻ്റെ മകനുണ്ട്, അതുപോലെ നിറയെ പേരുണ്ട്, ജാക്കബ് മാഷുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഈ പരിപാടി വീക്ഷിക്കുന്നതിനായിട്ട് മുൻപിലേക്ക് കടന്നിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പുറകിലിരിക്കുന്നവരെല്ലാം കുറച്ച് മുൻപിലേക്ക് കടന്നിരുന്നാൽ കുറച്ചുകൂടി ആസ്വാദകരമാവും എന്നാണ് അഭിപ്രായം. തീർച്ചയായിട്ടും കടന്നിരിക്കണം അഭ്യർത്ഥിക്കുന്നു. അടുത്തായിട്ട് ഈ ആമുഖം അവതരിപ്പിക്കുന്നതിനായിട്ട് ഈ ഒരു ആശയമായിട്ട് മാഷിൻ്റെ ജന്മദിനം നമുക്കിവിടെ വിപുലമായിട്ട് തന്നെ ആഘോഷിക്കണം എന്നൊരു ആശയമായിട്ട് മുന്നോട്ട് വന്ന പ്രിയൻ ചേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, വളരെ സന്തോഷമുണ്ട്. നമുക്കെല്ലാവർക്കും ഏറെ പരിചിതനായ മുല്ലൻ മാഷ്, എല്ലാവരുടെയും ഹൃദയത്തിൽ തൊട്ടുപോയൊരു മനുഷ്യനെ ജന്മനാട്ടിൽ കൂടെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചത്. ഇതൊരു വളരെ ലളിതമായ ഒരു തരത്തിൽ തുടക്കം കുറിക്കാനേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത വർഷം തൊട്ട് അത് വളരെ കൂടുതൽ ഈ ഹാളിൽ തന്നെ, ഇപ്പോൾ നമ്മുടെ അനന്തകൃഷ്ണൻ പോലുള്ള ആളുകളുടെ ഒറ്റ വാക്കിൽ നമ്മൾ വന്ന് പറഞ്ഞപ്പോൾ അന്ന് തന്നെ അധികം വൈകാതെ തന്നെ തീരുമാനമെടുത്ത ആളാണ്. അതുകൊണ്ട് ഇതൊരു മുല്ലനേരി ഫൗണ്ടേഷൻ്റെ മാത്രം ഒരു പരിപാടിയല്ല. ഇതിനോടൊപ്പം അവണിശ്ശേരി സംഘത്തിൻ്റെയും അതുപോലെ തന്നെ അവണിശ്ശേരി ജനകീയ വികസന സമിതിയുടെയും ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇത് കൂടുതൽ ഗംഭീരമാക്കണം എന്നാണ് നമ്മുടെ ഇനിയുള്ള വർഷങ്ങളിൽ ഇത് കൂടുതൽ ഗംഭീരമാക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കൂടുതലൊന്നും ഇവിടെ പറയാനില്ല. അപ്പോൾ അതിവിപുലമായ അർത്ഥത്തിൽ നമുക്ക് തന്നെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് തുടരാമെന്ന് തോന്നുന്നു. ഈ യോഗത്തിന് സ്വാഗതം പറയാൻ കോമ്രേഡിനെ വിളിക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഈ സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്ക് മാഷിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ആ ദൗത്യത്തിലേക്ക് വരാം എന്ന് വിചാരിക്കുകയാണ്. മാഷിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ ആളുകളും വാസ്തവത്തിൽ മാഷുമായി വളരെ നേരിട്ട് ബന്ധമുള്ള ആളുകളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മാഷ തൊട്ടറിഞ്ഞിട്ടുള്ള ആളുകൾ. ഇനി പുതിയ തലമുറയിലെ കുട്ടികളാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മാഷിനെ അങ്ങനെ നേരിട്ട് അറിയില്ല. അപ്പം അത്രയേറെ സൗഹൃദങ്ങളുള്ള ഒരാളായിരുന്നു നമ്മുടെ മുല്ലനേരി മാഷ്. അത് വലിയവനും ചെറിയവനും അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. കൂടുതലും തൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ടുതൊഴിലാളികളും മറ്റു പണിയെടുക്കുന്ന ആളുകളുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്ന ഒരാളാണ് നമ്മുടെ മാഷ്. ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും
ചില നിലപാടുകളോട് മാഷക്ക് ഭയങ്കര എതിർപ്പുണ്ട്. എല്ലാ ആളുകളായിട്ട് അങ്ങനെ സൗഹൃദം ആൾ വെച്ച് പുലർത്തിയിട്ടില്ല. അത് പൊതുവെ ആളുകൾ പറയില്ലേ, കാറ്റുള്ളപ്പോൾ തൂറ്റണം, നാടോടുമ്പോൾ നടുകെ ഓടണം. അത്തരം നിലപാടുകളോടൊക്കെ മാഷക്ക് വളരെ എതിർപ്പായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അത് അദ്ദേഹത്തിൻ്റെ ഹൃദയം പുഷ്പിക്കുന്ന ഒരു എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേര് എന്തൊരു കാറ്റ് എന്നാണ്. അപ്പം ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ധനുവിൻ്റെ ചിറകിലൊരു കാറ്റ്, കാറ്റിൻ്റെ പിറകിൽ കറുപ്പ്, കാറ്റുള്ള നേരത്ത് തൂറ്റാൻ തരം നോക്കി നോക്കിയിരിക്കുന്നൊരു സെറ്റ്. അത്തരം സെറ്റുകളോടൊന്നും അദ്ദേഹം കൂട്ടുകൂടിയിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗ്രാമീണ ഗാനങ്ങളിലെ ഒരു പ്രയോഗമുണ്ട്: മലമുകളിലൂടെ ഒഴുകി വരും ഒരൊറ്റയാൻ പോലെ, കുതിച്ചു വരുന്നൊരാക്ക് വെള്ളം തടയാ. എങ്ങനെ നമ്മളില്ലേ പ്രളയമൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് മാഷ് എഴുതി വെച്ചിരിക്കുന്നു. വയനാട് ദുരന്തമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മതമിളകി വരുന്ന ഒറ്റയാനെ പോലെയാണ് വരുന്നത്. മലയാളികളത് കണ്ടില്ലേ പ്രളയത്തിൽ. അതുപോലെ തന്നെ മാഷൊന്നും പണിയെടുക്കുന്ന ആളുകളോടൊപ്പം പറയാം. പിന്നെ നമ്മുടെ ഇന്ത്യൻ സമ്പദ്ഘടനയിലെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു മേഖലയാണ് മത്സ്യത്തൊഴിലാളി മേഖല. അപ്പം ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികളെ മാഷ് പറഞ്ഞു വെക്കുന്നത് കുതികുത്തി മറയണ കൊമ്പനാന തിരമാല, അതിനുമേൽ നൃത്തം വെക്കും പൊൻവലക്കാരൻ. ഇങ്ങനെ മാഷ് നിലപാടാണ് പണിയെടുക്കുന്നവരോടൊപ്പം. അപ്പം മത്സ്യത്തൊഴിലാളികളെ മാഷ് കൊണ്ടു നിർത്തിയത് നിർഭയമായി കൊമ്പനാനപ്പുറത്ത് നൃത്തം വെക്കുന്നവൻ അണുതൊഴിലാളി എന്നാണ്. അതുപോലെ തന്നെ മാഷിക്ക് ഈ ഭരണകൂടത്തോടും ഭരണാധികാരികളോടൊക്കെ വിമർശിക്കുന്ന കാര്യത്തിൽ മാഷിക്കൊരു മടിയുണ്ടായിട്ടില്ല. അതുകൊണ്ടൊരു മാഷ് പറഞ്ഞു വെച്ചത് തലസ്ഥാനത്തുള്ളവരുടെ തലസ്ഥാനത്തല്ല. അങ്ങനെ തലസ്ഥാനത്തുള്ളവരുടെ തലസ്ഥാനത്തല്ല. അതവർക്ക് മനസ്സിലായിട്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ മാഷ് പിടിച്ചാൽ കേൾക്കുക ആ കവിത മനസ്സിലായിട്ടാവില്ല. അതുപോലെ തന്നെ മാഷിക്ക് ഒരു പത്രവാർത്തേനെ അടിസ്ഥാനത്തിൽ മാഷക്ക് ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കിയൊരു വാർത്തയാണ്. മാഷെ സംബന്ധിച്ച് പത്രവാർത്തയുടെ പേരിൽ ഇങ്ങനെ അസ്വസ്ഥനാവുന്ന ഒരാളല്ല. ആളെല്ലാം കാലത്ത് അസ്വസ്ഥനാണ്. ആളുകൾ അസ്വസ്ഥിക്കുന്നില്ലാണ്. അതുകൊണ്ട് തന്നെ ആള് എന്നും അസ്വസ്ഥനായിരുന്നു നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരു കവിത എഴുതുന്നുണ്ട്. വ്യഭിചാരി കവിതയുടെ പേരങ്ങനെ. അപ്പം ആ കവിത തുടർന്ന് ഇങ്ങനെയാണ്: തെക്കുകാട് മൈതാനത്തിൽ തെക്കേ ഗോപുരനടയിൽ തേച്ചിട്ടും തേമാനം വരാത്ത നാക്കും നാഭിയുമുള്ള 4 യുവതികളുടെ തല സ്വതന്ത്ര ഭാരതത്തിലെ നിയമപാലകർ മുണ്ടനം ചെയ്തു പോലും. മുണ്ടനം ചെയ്താലും മുടി വളരും. മുണ്ടഴിക്കാതിരിക്കാനാണത്രേ മുണ്ടനം ചെയ്തത്. മുടി കൊണ്ടല്ലേ മുണ്ടഴിക്കുക. അപ്പോൾ അതാ കവിത കുറച്ചുകൂടെ നീണ്ടു പോകുന്നുണ്ട്. ഞാൻ സാധാരണയായിട്ട് പറഞ്ഞത് മാത്രം നീണ്ടു പോകുന്നൊരു കവിതയാണ്. അതുപോലെ തന്നെ ഇത് മാത്രം മാഷ് വളരെ മനോഹരമായിട്ടുള്ള കവിതകളെയും പൂക്കളെയും പുഴകളെയും കിളികളെയും മരങ്ങളെയും ഒക്കെ കുറച്ച് കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു സാധാരണ ഞാൻ കഥ പറയാം. ഒരു കഥ എന്ന് പറയാൻ വേണ്ടി നടന്നൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ പ്രിയനന്ദനൻ ഇവിടെ ഉണ്ട്. പ്രിയനന്ദൻ്റെ നെയ്ത്തുകാരൻ സിനിമ കഴിഞ്ഞിട്ട് ഒരു ഇടവേളയിൽ ഒരു നാടകം ആൾ ചെയ്യുന്നുണ്ട്. ശംഭൂകൻ എന്ന് പറയുന്ന നാടകം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ നാടകത്തിലേക്ക് ഒരു പാട്ട് ആവശ്യമുണ്ട്. അപ്പോൾ പ്രിയനന്ദനൻ മാഷെടുത്ത് പറഞ്ഞു, മാഷ് ഇങ്ങനെ നാടകം ചെയ്തു, എനിക്കതിലേക്ക് പാട്ട് വേണം. അപ്പോൾ മാഷിൻ്റെ ഒരു സ്വഭാവം അറിയാം. മാഷ് ഒരു പാട്ട് എഴുതാൻ പറഞ്ഞ് 3 പാട്ട് എഴുതി. മാഷ് പറഞ്ഞ പോലെ 3 പാട്ട് എഴുതി.
പ്രിയനന്ദൻ്റെ കയ്യിൽ കൊടുത്തു. പറഞ്ഞു ഞാൻ എഴുതിയിട്ടുണ്ട്, പറ്റുമെന്ന് വെച്ചാൽ നോക്കിയിട്ട് പറ്റുവെച്ചാൽ എടുത്തോളൂ. പക്ഷെ വാസ്തവത്തിൽ പ്രിയനന്ദൻ അത് 3 പാട്ടിൽ നിന്ന് ഒരു പാട്ട് തിരഞ്ഞെടുക്കാൻ വളരെ കഷ്ടമാണ്. 3 പാട്ടും അത് ചേർന്ന പാട്ടുകളായിരുന്നു. 3 പാട്ടും ഒരുപോലുള്ള പാട്ടുകൾ. അവസാനം പ്രിയനന്ദൻ അതിൽ നിന്നൊരു പാട്ട് തിരഞ്ഞെടുത്തു. നമ്മുടെ വിദ്യാർത്ഥി മാഷ്ടെ അനിയൻ നടശങ്കരെ കൂടെ സംഗീതം ചെയ്യിച്ച് ആ നാടകത്തിൽ ആ പാട്ട് ഉൾപ്പെടുത്തി. ആ പാട്ട് ഇങ്ങനെ: നീലമലക്കാട് കാടിനെന്ത് ചേല്, കാവലിന് കരിവീട്ടി കാവല്, ഏത് കിളിപ്പെണ്ണ് കാതിൽ മൂളിയിന്ന്, കാട് പൂത്തതെന്തിന്ന് എന്തിന്ന്, കാട് പൂത്തതെന്തിന്ന് എന്തിന്ന്, കാറ്റ് മുത്തമിട്ട് കുളിർ കോരിത്തന്ന് പൂക്കളോട് ചൊല്ലിയതെന്തേ, പുഴകൾ ചിരിച്ചൊഴുകിയതെന്തേ, കളകളം കിളികളെ കളകളം, കളകളം കിളികളെ കളകളം. ആ നാടകം അവതരിപ്പിച്ച മത്സര നാടകങ്ങളിലൊക്കെ ഏറ്റവും നല്ല ഗാനരചനയ്ക്കുള്ള പാടാണ് ആ പറഞ്ഞത്. എല്ലാ ഏറ്റവും നല്ല ഗാനരചനയ്ക്കുള്ള പാട്ട് ആ പാട്ടായി. ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. മാഷിനെ ഓർക്കുമ്പോൾ നമുക്ക് മറന്നു പോകാൻ പാടില്ലാത്ത ഒരാളുണ്ട്, വലുപ്പള്ളി മാഷ്. വലുപ്പള്ളി മാഷാണ് മാഷിൻ്റെ ഈ പുലനേഴി നീലകണ്ഠൻ എന്ന് പറഞ്ഞ കുട്ടിയിൽ ഒരു കവിയുണ്ട് എന്ന് കണ്ടെത്തുകയും ആ കവിതയുടെ ലോകത്തേക്ക് മാഷിനെ കൈപിടിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നത് വലുപ്പള്ളി മാഷാണ്. അപ്പോൾ വലുപ്പള്ളി മാഷ് വടക്കേ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയിട്ട് കോട്ടച്ചിൽ കഴിഞ്ഞാൽ വഴി വടക്കേ ചറങ്ങി പോവുക. മാഷ് ദിവസം അവിടെ ചെന്ന് മാഷൊരു കവിത എഴുതി. അത് ഇങ്ങനെയായിരുന്നു: പണ്ടാ വടക്കേ ചെറിയൊന്ന് കണ്ടാൽ കുളിച്ചിടണമെന്ന് തോന്നിടും, പണ്ടാരമാം വാഴ്ചയില ചെറിയൊന്ന് കണ്ടാൽ കുളിച്ചിടണമെന്ന് തോന്നിടും. മാഷ് പറഞ്ഞ പോലെ തലസ്ഥാനത്തുള്ളവരുടെ കല സ്ഥാനത്തരാന്ന് പറഞ്ഞ പോലെ പണ്ടാ ചെറിയൊന്ന് കണ്ടാൽ ആ ചെറിയിലിറങ്ങി കുളിക്കാൻ തോന്നും, പണ്ടാരം വാഴ്ചയിൽ ആ ചെറിയൊന്ന് കണ്ടാൽ ആ കണ്ടഴുക പോകാൻ വീട്ടിൽ പോയിട്ട് കുളിക്കണം. സഖ്യൻ്റെ മടിത്തട്ടിൽ സർവതന്ത്ര സ്വതന്ത്രനായി വിഹരിച്ച് നടന്ന കൈരളിയുടെ ഒറ്റയാൻ എന്നാണ് വലുപ്പള്ളി മാഷിനെ വിശേഷിപ്പിക്കാറുള്ളത്. നമ്മുടെ മാഷ് ഒരു ഒറ്റയാനായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. കവിതയിലും ജീവിതത്തിലുമൊക്കെ മാഷ് ഒരുപാട് സമാനത എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് മാഷിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ഇവിടെ എത്തിച്ചേർന്നില്ല എല്ലാവരും. ഈ ഹോളിരിക്കുന്ന ആളുകൾ മാത്രമല്ല, ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ ആളുകളുടെയും മനസ്സ് നിറയെ മാഷിനെ കുറിച്ചുള്ള ഓർമ്മകളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് കുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദിവസത്തിലേക്ക് വരികയാണ്. രണ്ട് ദിവസമായിട്ടൂടെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്ന് അമ്മ നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ സി രാവുണ്ണി. അദ്ദേഹം കവിയാണ്, മുല്ലനഴി ഫൗണ്ടേഷൻ്റെ നിലവിലെ പ്രസിഡൻ്റാണ്, മുല്ലനഴി മാഷയുടെ സുഹൃത്താണ്. എല്ലാമായിട്ട് അദ്ദേഹത്തെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇർഷാദ്. അദ്ദേഹം പൂക്കാതിരിക്കാൻ എനിക്കാവുന്നില്ലേ എന്ന് പറഞ്ഞൊരു പരിപാടിയോട് കൂടിയിട്ടാണ് ഈ പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. കവിയാണ്, നടനാണ്, സർവോപരി മാഷയെ വളരെ അടുത്ത ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിന് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഈ പരിപാടി മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നത് റോസ്ലി ജോസ്, നമ്മുടെ പഞ്ചായത്ത് അല്ലേ, ജോയ് ജോയ്സൺ
ഈ കാണുന്ന കുഞ്ഞി അക്ഷരമായതുകൊണ്ട് എനിക്ക് കാണാനില്ല. വലുതായിട്ട് തന്നിട്ടല്ലേ? ഓ ഓക്കെ ഓക്കെ. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ്, അദ്ദേഹത്തെ ഞാൻ ഈ ലീഗ് സ്വാഗതം ചെയ്യും. അതുപോലെ വേണു നമ്മുടെ ഇതിൻ്റെ സംഘാടന പ്രിയനന്ദനാണ് വാസ്തവത്തിൽ മാഷുടെ ഈ ജന്മദിനമൊക്കെയായി ബന്ധപ്പെട്ട് നമുക്കൊരു പ്രോഗ്രാം സംഘടിപ്പിക്കണം എന്ന് ആശയം മുന്നോട്ട് വെക്കുകയും അതിവിടെ ജോസ് അതുപോലെ പ്രിൻസൺ വേണു അവരൊക്കെ കാണുകയും അവരൊക്കെ കൂടി ആലോചിച്ചിട്ട് അവരുടെയൊക്കെ സുരേന്ദ്രൻ അവരൊക്കെ നേതൃത്വത്തിൽ സുരേഷ് പള്ളിശ്ശേരി മേഘരാജൻ തുടങ്ങിയ എല്ലാ ആളുകളും അവരെ കോർഡിനേറ്റ് ചെയ്ത് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിൻ്റെ എല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. അപ്പം അങ്ങനെ അവർക്കും എല്ലാവർക്കും ഇപ്പോൾ ഹോസ്പിറ്റലിൽ അസുഖമില്ലാതെ ആശുപത്രിയിലാണ് വൈഫ് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഞാൻ ഇപ്പം അതുപോലെ നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് അനന്ത് കൃഷ്ണൻ അദ്ദേഹത്തെ നമ്മുടെ മുല്ലനേഴി ഫൗണ്ടേഷൻ്റെ അവാർഡ് തുകയും ശില്പമൊക്കെ അവനിശ്ശേരി സർവീസ് സഹകരണ ബാങ്കാണ് നമുക്ക് തരുന്നത്. അവരാണ് നമുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പരിപാടിയോടും അദ്ദേഹം വളരെ സഹകരണത്തോടു കൂടി തന്നെയാണ് നമ്മളോടൊപ്പം വന്നിട്ടുള്ള. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ മാഷ് പഠിച്ച സ്കൂളിൽ തന്നെയാണ് അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കറിയാം. അന്നാളൊക്കെ നല്ല പഠിപ്പിച്ചിട്ടായതുകൊണ്ട് ഞങ്ങളത്ര കൂട്ടൊന്നും ആയിരുന്നില്ല. പിന്നെ ഇതൊക്കെ ആയപ്പോഴാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിനും ഞാൻ അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അതിനി ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഇനി എത്തിച്ചേരാനുള്ളത് ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഞാൻ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അദ്ദേഹത്തെ